നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോൾ കുറേ ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇറാൻ വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. സാധ്യത കുറവാണ്. US-ലാണെങ്കിൽ തങ്ങൾ കളിക്കാനില്ല, തങ്ങളുടെ മത്സരം മെക്സിക്കോയിലേക്ക് മാറ്റിത്തരണം എന്ന് ഫിഫയോട് അവരുടെ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫിഫ അതിനിതുവരെ വഴങ്ങിയിട്ടില്ല. ട്രംപ് ആണെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം, പക്ഷേ നിങ്ങളുടെ ജീവൻ ഇവിടുന്ന് തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റൂല, വരാതിരിക്കുന്നതായിരിക്കും സേഫ് എന്ന് പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇറാൻ്റെ കാര്യം അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൂടാതെ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന രാജ്യങ്ങളുടെ താരങ്ങൾ വലിയൊരു തുക US-ൽ ഡെപ്പോസിറ്റ് ചെയ്യണം, കോഷൻ ഡെപ്പോസിറ്റ് പോലെ. എന്നിട്ട് അവർ തിരികെ പോരുമ്പോൾ മാത്രം ആ സംഖ്യ തിരികെ കൊടുക്കും, വിസ കിട്ടണമെങ്കിൽ. ഇത് സാധാരണ ആ നാടുകളിൽ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വെക്കുന്നെങ്കിൽ ഓക്കെ, പക്ഷെ കളിക്കാർക്ക് അത് ബാധകമാണ് എന്ന് പറയുമ്പോൾ ഫിഫ പിന്നെ എന്താണ് ഈ വേൾഡ് കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വമ്പൻ തുകയാണ് പറയുന്നത്. $15,000 ബോണ്ട് കൊടുക്കണം US-ന് എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിലപാടെടുത്തിരിക്കുന്നത്. അതാണ് പുതിയ നിയമമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ $15,000 എന്നൊക്കെ പറയുമ്പോൾ അത് 14 ലക്ഷം, ഓൾമോസ്റ്റ് 15 ലക്ഷത്തോടടുത്ത ഒരു തുകയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ വലിയൊരു തുക ബോണ്ട് കൊടുത്ത് പോകണം. അത് ഒരു കളിക്കാരനാണെങ്കിൽ അയാളുടെ കൂടെ ഫാമിലി മറ്റാരെയും ട്രാവലിൻ്റെ ഓരോ ആളുകൾക്കും ഈ എമൗണ്ട് കൊടുക്കണം. ഇത് കളിക്കാരന് മാത്രമല്ല, ആ രാജ്യങ്ങളിൽ നിന്ന് കളി കാണാൻ വേണ്ടി പോകുന്ന ഫാൻസും ഇത് കൊടുക്കണം. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 3-4 ആളുകൾ പോവുകയാണെങ്കിൽ 4 പേർക്കും ഇത് കൊടുക്കണം. അത് ഒരു ട്രാവലിംഗ് പാർട്ടിക്കല്ല, ഇൻഡിവിജ്വൽസിനാണ് ഇത് കൊടുക്കേണ്ടത് എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ നിലപാട്. സോ ഇത് പ്ലെയേഴ്സിനെയും ഒഴിവാക്കാനുള്ള സാധ്യതയില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ദി അത്ലറ്റിക് ആണ്. ദി അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗമാണ്. അപ്പോൾ പിന്നെ സംശയമൊന്നുമില്ലല്ലോ, US-ൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടാണിത്. ആഡം ക്രാഫ്റ്റൻ്റെ റിപ്പോർട്ട്. അതിൽ പറയുന്നത്, ഫാൻസ് ഫ്രം സെവറൽ കൺട്രീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് സമ്മേഴ്സ് വേൾഡ് കപ്പ് മസ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു $15,000 in bond payments to be granted a tourist visa to enter the United States, while organizer FIFA is privately pressing the Trump administration to make exemption for players, but players may not be exempted എന്നാണ് പറയുന്നത്. പ്ലേയേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ്ലി ഫിഫ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ സാധ്യത കുറവാണ് എന്ന് തന്നെ ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള, എല്ലാ രാജ്യങ്ങൾക്കില്ല, പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്കും അവിടുത്തെ ആരാധകർക്കുമാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത്. അപ്പോൾ 5 രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത്. വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത 5 രാജ്യങ്ങൾ നോക്കാം നമുക്ക്. അൾജീരിയ, കേപ്പ് വെർദെ, സെനഗൽ, ഐവറി കോസ്റ്റ്, പിന്നെ ടുണീഷ്യ. ഈ രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള നിയമത്തിന് വിധേയമാകാൻ പോകുന്നത്. കേപ്പ് വെർഡെയൊക്കെ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. അതിൻ്റെ ഒരു ആവേശത്തിലും ആഘോഷത്തിലൊക്കെയാണ് അവർ. 5,25,000 ആളുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ രാജ്യം വേൾഡ് കപ്പിന് എത്തിയതിൻ്റെ ആവേശത്തിലായിരുന്നു. ഇപ്പോൾ ഇതിൽ US-ൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോക്സ് പേഴ്സൺ ദി അത്ലറ്റിക്കിനോട് പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: all applicants regardless of age are subject to the same legal standards and must demonstrate they qualify for and intend to comply with the terms of visa. They added that those who depart the US in a timely fashion before their visa expires will recover the money, while they also said the visa bond requirement is not retroactive and does not apply to holders of existing valid visas എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിലുണ്ട്. പക്ഷേ അതിൽ കൃത്യമായിട്ട് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനും ഇത് ബാധകമാണ്, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള. പിന്നെ ഓൾറെഡി വിസയുള്ളവർക്ക് ബാധകമല്ല എന്ന് പറയുന്നു. അതേസമയം ഇത് ഈ ബോണ്ട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നവർക്ക് ടൈംലി തിരികെ പോവുകയാണെങ്കിൽ പണം തിരികെ കൊടുക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പോളിസിയിൽ പറയുന്നത് നോ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫോർ അപ്ലിക്കൻസ് ടു അപ്ലൈ ഫോർ എ വെയ്വർ ഓഫ് ദി ബോണ്ട്. പക്ഷേ കൗൺസിലർ ഓഫീസറാണ് തീരുമാനിക്കേണ്ടത് അത് വെയ്വ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് എന്ന കാര്യം കൂടി ഇതിൽ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും ഫിഫ ഇതിൽ നിന്ന് എക്സംഷൻ കളിക്കാർക്ക് ലഭിക്കുമോ എന്നുള്ളതിന് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഫിഫ ദി അത്ലറ്റിക് അവരെ ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ ഫിഫ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം.
എന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. 80 ദിവസത്തിൽ താഴെ മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത് എന്ന കാര്യം കൂടി അറിയുക. അപ്പോഴാണ് ചില രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ താരങ്ങൾക്ക് പോലും ഇത് ബാധകമാണ് എന്നുള്ളതാണ് അതിലെ ഇഷ്യൂ. ഫിഫ അങ്ങനെയല്ലല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ ഫുട്ബോൾ ഫോർ യൂണിറ്റി എന്നൊക്കെയല്ലേ ഫിഫ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഖത്തറിലെ സംഭവം നമുക്കറിയാമല്ലോ. ഖത്തറിൽ വേൾഡ് കപ്പിൻ്റെ സമയത്ത് വേൾഡ് കപ്പിൻ്റെ ടിക്കറ്റ് ഉള്ളവർക്ക് ഒക്കെ അങ്ങോട്ടേക്ക് ചെല്ലാവുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു. വീസ പോലും സ്പെഷ്യൽ വേണ്ടാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫൈനലൊക്കെ അടുക്കുന്ന സമയത്തൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എന്തായാലും ഫിഫ ഇതിൽ എന്ത് തീരുമാനമെടുക്കും ഫിഫക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേറെ കാര്യം, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ത് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാനൊന്നും ഫിഫക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.